നമസ്കാരം. ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗുണ്ട്, കൊച്ചി പഴയ കൊച്ചിയല്ല. ശരിയാണ്. കൊച്ചി ഇന്ന് വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. കൊച്ചിയുടെ കച്ചവട അഭിവൃദ്ധി അല്ലെങ്കിൽ വ്യാപാര അഭിവൃദ്ധി ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അല്ല, ഇവിടുത്തെ യുവതലമുറയുടെ ഒരു പോക്ക്, അവരുടെ ജീവിതം, അതാണ് കൊച്ചിയെ വ്യത്യസ്തമാക്കുന്നത്, കൊച്ചിയെ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഓബ്രോൺ മാളിൽ ഫുഡ് കോർട്ടിൽ ഒരാളൊരു കഥ പറയാൻ വരുമെന്ന് പറഞ്ഞു. ഞാനും എന്നോടൊപ്പം സംവിധായകൻ സുന്ദർദാസും ഉണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് കോർട്ടിൽ വളരെ സമാധാനമായിരുന്ന് കഥ കേൾക്കാം. എത്ര സമയം ഇരുന്നാലും കുഴപ്പമില്ല. ഒരു ചായയൊക്കെ കുടിച്ച് ഇരിക്കുന്നതിൽ അവർക്ക് വിരോധവുമില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കുറച്ച് യുവബന്ധുരങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ശരി, ഒരു ചായ ഓർഡർ ചെയ്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു പില്ലറിൻ്റെ മറവിൽ നിന്ന് പറയാൻ കഴിയില്ല, അതിനപ്പുറത്തുള്ളൊരു ടേബിളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരിക്കുന്നു. അവർ പരസ്പരം ചുംബിക്കുകയാണ്. ചുംബനം എന്ന് വെച്ചാൽ ലിപ് ലോപ്പ് കിസിങ്. മാത്രവുമല്ല, കാമചേഷ്ടകളും കാണിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. ചിലർ ഇടം കണ്ണിട്ടൊന്ന് നോക്കുന്നു. ഞങ്ങൾ കൃത്യമായി നോക്കി. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അതായത്, ഞങ്ങളുടെ സാമ്രാജ്യം, ഞങ്ങളെന്ത് ചെയ്യും, നിങ്ങളെന്തിനാണ് വെറുതെ നോക്കുന്നത് എന്നുള്ള ഭാവം. അപ്പോഴാണ് ഞാൻ പിണറായി വിജയൻ പണ്ട് പറഞ്ഞൊരു കാര്യം ആലോചിച്ചത്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലെമ്പാടും ചുംബന സമരം നടന്നത്, പ്രത്യേകിച്ച് കൊച്ചിയിൽ ചുംബന സമരം നടന്നത് ഓർമ്മയുണ്ടാകും. ചുംബനം ഞങ്ങളുടെ അവകാശം, പരസ്യമായി ചുംബിക്കുക, ചുംബന സമരം. അന്ന് പിണറായി പറഞ്ഞു, രഹസ്യമായി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്, അത് രഹസ്യമായി ചെയ്യണം, പരസ്യമായി ചെയ്യേണ്ടത് പരസ്യമായി ചെയ്യണമെന്ന്. പിണറായിയെ ഞാൻ അഭിനന്ദിക്കുന്നു അന്നത് പറഞ്ഞതിൽ. ഇന്ന് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്ക് എന്നാൽ കാണുന്ന കാഴ്ച, അവിടെ ഒരു 5 മണി കഴിഞ്ഞാൽ യുവമിഥുനങ്ങൾ സ്ഥാനം പിടിക്കുകയാണ്. അവരുടെ കാമചേഷ്ടകൾ അതൊരു ബ്ലൂ ഫിലിം കാണുന്നതിനേക്കാൾ വികൃതമായ രീതിയിലാണ് സംഭവിക്കുന്നത്. ശീതൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് കണ്ടു. അതിൽ ഫോട്ടോഗ്രാഫ്സ് വരെ കൊടുത്തിരുന്നു. എനിക്കും ആ ഫോട്ടോഗ്രാഫ്സ് കിട്ടി. പക്ഷേ ഞാനത് എൻ്റെ വീഡിയോയിൽ ചേർക്കുന്നില്ല. കാരണം അത്രമാത്രം വൈകൃതങ്ങൾ നിറഞ്ഞതാണ് ആ വീഡിയോ, ആ ഫോട്ടോഗ്രാഫ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചു പോകുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇതൊരു തന്ത വൈബ്, അമ്മാവൻ വൈബ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് പറ്റാത്തൊരാൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ടാവും. എന്നാൽ എനിക്ക് ഈ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഇതൊന്നും വലിയ മഹത്വമല്ല. നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ എല്ലാ സംസ്കാരവും ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ 18 വയസ്സാകുമ്പോൾ മക്കൾ മാതാപിതാക്കളെ വിട്ടു പോവുകയാണ്. അവർ അവരുടെ സ്വന്തം കാര്യം തേടി പോകുന്നു. അത് നമ്മുടെ സംസ്കാരത്തിൽ അത്ഭുതമാണ്. അങ്ങനെ സംഭവിക്കാറില്ല. എന്നാൽ ആ കുട്ടികൾ അങ്ങനെ വിട്ടുപോകുന്നതും ആ മാതാപിതാക്കളെ നോക്കാതിരിക്കുന്നതും ആ മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ അങ്ങനെയാണ്. ആ കുട്ടി ജനിക്കുമ്പോൾ മുതൽ സർക്കാർ അവർക്ക് $1000, പിന്നീട് $2000 അവർക്ക് പഠിക്കാനും അവരുടെ ചെലവിനുമുള്ളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഓർമ്മ വെക്കുന്നത് മുതൽ അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്, സർക്കാരാണ് എന്നെ പരിപാലിക്കുന്നത്, മാതാപിതാക്കൾക്ക് ജനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കടമ മാത്രമേ ഉള്ളൂ എന്നാണ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത്രേ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത്, ഒരു വികസ്വര രാജ്യത്ത്, മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേർത്തിട്ടാണ് നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ജനിപ്പിച്ചിട്ടല്ലേ, എന്തിനാണ് ജനിപ്പിച്ചത്? ഈ തലമുറ അങ്ങനെയും ചോദിക്കും. അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട ബാധ്യത ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. പുതിയ തലമുറ, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, അല്ലെങ്കിൽ ലിവിങ് ടുഗദറാണ്, ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, എന്തിനാണ് കുട്ടികളെ ജനിപ്പിക്കുന്നത്, എന്തിനാണ് ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു തലമുറയാണിത്. അങ്ങനെ ജീവിക്കുന്നവർ ജീവിച്ചോളൂ. പക്ഷേ മക്കളെ ജനിപ്പിക്കുമ്പോൾ അവരെ അന്തസ്സോടെ വളർത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവ് തെണ്ടി നടക്കുമ്പോൾ ആ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയും. അവസ്ഥ പറയുകയാണ്. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു, അവർ ഒന്നിക്കുന്നു. ഇവിടെ ഒരു വലിയ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്, ഞാൻ സംസാരമധ്യേ പറഞ്ഞതാണ്, 1 മാസം 4-5 പെൺകുട്ടികൾ അബോർഷന് വേണ്ടി അവിടെ വരാറുണ്ടത്രേ. ചിലർ കാമുകന്മാരുമായി വരും, ചിലർ മാതാപിതാക്കളുമായി വരും, ചിലർ തനിച്ച് വരും. അങ്ങനെ തനിച്ച് വന്ന ആ കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണിത്, ആരാണ് ഇതിന് ഉത്തരവാദി? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്കറിയില്ല ആരാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇവർ
ആരുടെയൊക്കെ കൂടെ പോകുന്നു. വളരെ സാധാരണപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വില കൂടിയ വാച്ച്, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ പെർഫ്യൂം, ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉപയോഗിച്ചവരൊക്കെ അവൾക്ക് പണം കൊടുത്തിരിക്കണം. ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർത്തു പോവുകയാണ്. ആദ്യം സുവിശേഷ പ്രസംഗകനായി പിന്നീട് ബിഷപ്പായി മാറിയ KP യോഹന്നാൻ. എനിക്കൊരു 1995 മുതൽ നല്ല ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും കാണാറുണ്ടായിരുന്നു. എന്നെപ്പോഴും ഈ യുവാക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ്. അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ മകളോട് ഞാൻ പറയും വ്യഭിചാരം പാവമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ അവൾ അത് പാപമാണെന്ന് അംഗീകരിച്ച് മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നീട് ഞാൻ അവളോട് പറയും, നീ പ്രിക്കോഷൻ എടുക്കണം. അതായത് കോണ്ടം ഉപയോഗിക്കണം. രോഗമുണ്ടാവരുത്, പ്രഗ്നൻ്റ് ആവരുത്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കോണ്ടം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അദ്ദേഹം ആ പറഞ്ഞത് അന്ന് അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ അനുസരിക്കില്ല. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മാതാപിതാക്കളെ അനുസരിക്കുക, സമൂഹത്തെ ഭയപ്പെടുക, ഭയപ്പെടുന്നത് ബഹുമാനത്തോടെയുള്ള ഭയപ്പാടാണ്. അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ എത്രയോ അകലം പാലിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വേണമെന്നല്ല പറയുന്നത്. ഇപ്പോൾ നല്ല സൗഹൃദങ്ങളാവാം. പക്ഷേ അതൊരു പരിധി വിട്ട് പോകുമ്പോൾ, അതും പരസ്യമായി പോകുമ്പോൾ അത് അപമാനകരമാണ്. നിങ്ങൾ രഹസ്യമായി എവിടെയെങ്കിലും പൊക്കോളൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചോളൂ. ജനങ്ങളുടെ മുമ്പിൽ എന്തിനു പരസ്യമായി ഇങ്ങനെ ചെയ്യണം? ഇത് കണ്ട് വികാരം മുറ്റി ചിലർ സ്ത്രീകളെ കയറി പിടിക്കാൻ പോകും. അതൊരു സാമൂഹ്യ വിപത്താണ്. നിങ്ങളുടെ ചേഷ്ടകൾ കണ്ട് വികാരം മുറ്റി ഒരാൾ പോയാൽ, അയാളൊരു പെൺകുട്ടിയെ കയറി പിടിച്ചാൽ അയാൾ അകത്താകും. അതിന് കാരണക്കാർ നിങ്ങളാവും. വീണ്ടും കൊച്ചി പഴയ കൊച്ചിയല്ലാതാവുന്നത് മറ്റൊരു കാര്യത്തിലും കൂടിയാണ്, ലഹരി മരുന്ന്. ഇന്ന് ഏറ്റവും അധികം ലഹരി മരുന്ന് വിൽക്കപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത് കൊച്ചിയിലാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി പാലാരിവട്ടം ജംഗ്ഷനിൽ കിടന്ന് പോലീസ് ജീപ്പ് അടിച്ചു പൊളിച്ചത്. വനിതാ പോലീസ് ഇല്ലാതിരുന്നുകൊണ്ട് ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോകാൻ കഴിഞ്ഞില്ല. വനിതാ പോലീസുമായി തിരിച്ചു വന്നപ്പോൾ അവൾ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി രാസലഹരി എടുത്തിട്ട് പറഞ്ഞു, ഞാനിത് കഴിക്കാൻ പോവുകയാണ്, നീ എന്ത് ചെയ്യും? പിന്നീട് പച്ചത്തെറിയാണ്. അവളുടെ ധൈര്യം നോക്കണം. അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ധൈര്യം. അടുത്ത ദിവസം രാവിലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്, എൻ്റെ കാമുകനെ വിട്ടുതരുമെന്ന് പറഞ്ഞു. വനിതാ പോലീസ് അവളെയും കസ്റ്റഡിയിലെടുത്തു. അവർക്ക് യാതൊരു കൂസലുമില്ല. ലഹരിയുടെ പിടിയിലമർന്ന അവർക്ക് സമൂഹമൊന്നൊരു പ്രശ്നമല്ല, നിയമപാലകർ പ്രശ്നമല്ല, നിയമം പ്രശ്നമല്ല. ഞാൻ ഈ അടുത്തിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ എറണാകുളത്തെ ബാറിൽ കണ്ടതാണ്. ബിയറും മദ്യവും കഴിക്കുന്ന, ഒപ്പം സിഗരറ്റ് വലിക്കുന്ന, സ്മോക്കിംഗ് സോണിൽ പോയിരുന്ന് നിരനിരയായിരുന്ന് സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികൾ. ആൺകുട്ടികൾക്ക് വലിച്ചാൽ പിന്നെന്താ, പെൺകുട്ടികൾക്കായിക്കൂടെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇന്ന് പല പെൺകുട്ടികളും പരസ്യമായി മദ്യപിക്കുകയും ഇതുപോലെ ചേഷ്ടകൾ കാണിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ തുല്യരാണ്, ഞങ്ങൾ സമൂഹത്തിൽ തുല്യരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതല്ല പെൺകുട്ടികളെ തുല്യത. തുല്യത എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നമായി ഇടപഴകുന്നതും സംസ്കാരത്തോടെ ജീവിക്കുന്നതുമാണ്. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമൊന്നും വേണ്ട, ഒരു വ്യത്യാസവും വേണ്ട. പക്ഷേ പെണ്ണിന് പദവി കുറച്ച് കൂട്ടിക്കൊടുക്കണമെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആണിനും പെണ്ണിനും ഒരേ പദവി കൊടുക്കണം, ഒരേ ട്രീറ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് കൊച്ചിയിൽ ഇത്രയധികം ലഹരി വ്യാപനം നടക്കുന്നത്? നിയമപാലകരുടെ കണ്ണെത്താത്തതുകൊണ്ട്. അവർ കൃത്യനിർവഹണം ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിലധികം വ്യാപനമുണ്ടായാൽ എന്തു ചെയ്യും? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെ വരെ അടിക്കാൻ ഓടിക്കുന്ന ഒരു തലമുറ ചെറുപ്പക്കാർ. കൊച്ചിയിൽ ഒരുപാട് ലഹരി പാർട്ടികൾ നടന്നത് നിങ്ങൾക്കറിയാം. സിനിമാ സംവിധായകരും സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ഒത്തുകൂടി ലഹരി പാർട്ടികൾ. ഈ ആനന്ദം എന്ന് പറയുന്നത് ലഹരി ഉപയോഗത്തിലൂടെ മാത്രമാണ്. കൊച്ചി പഴയ കൊച്ചിയല്ലാതാവുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ബ്ലാക്ക് മാജിക്. സ്വാഭാവികമായും ഇവിടെ സിറ്റി എറണാകുളം എന്നാണ് പറയപ്പെടുക. കൊച്ചി എന്ന് പറയും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഫോർട്ട് കൊച്ചിയാണ്. അതെ, ഫോർട്ട് കൊച്ചിയിൽ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് അത് ഒരുപാട് സ്ഥലങ്ങളിൽ അരങ്ങേറുന്നു. ഇതിലേക്ക് ചെന്നുപെടുന്ന യുവാക്കൾ ഒരു മായാവലയത്തിൽ അകപ്പെട്ടു പോവുകയാണ്. അച്ഛൻ്റെ കഴുത്തറുത്ത പ്രജൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ, കേട്ടില്ലേ? അമ്മയുടെ മുമ്പിൽ നിന്ന് കഴുത്തിറക്കുകയാണ്. ഈ ബ്ലാക്ക് മാസിലേക്ക് പോകുന്നവർക്ക് അതിനൊന്നും ഒരു അറപ്പുമില്ല, വെറുപ്പുമില്ല. കാരണം അവരുടെ പ്രാർത്ഥന ഏതാണ്, അവരുടെ ആരാധന ഏതാണ്? ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകാനും സന്തോഷമുണ്ടാവാനും രക്തം കാണണം അവർക്ക്. അത് മനുഷ്യരക്തം തന്നെ കാണണം. ഇത് കൊച്ചിയിൽ വ്യാപകമായി അരങ്ങേറുകയാണ് ഈ ബ്ലാക്ക് മാസ്. അതിനുവേണ്ടി ചെറുപ്പക്കാർ കൂട്ടത്തോടെ പോവുകയാണ്. ഇതും ഈ നിയമപാലകർക്ക് കണ്ടെത്തിക്കൂടെ?
കണ്ടെത്തി ഇതൊക്കെ അടിച്ച് നശിപ്പിക്കണം. ഒരു സമൂഹത്തെ കാർന്നു നിന്ന ക്യാൻസറാണിത്. ഇതും തകർക്കണം. കൊച്ചി ഇന്ന് സിനിമയുടെ ഹബ്ബാണ്. സിനിമയുടെ പേരും പറഞ്ഞാണ് പ്രജിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കൊച്ചിയിലേക്ക് വന്നത്. അവനിവിടെ വന്ന് ലഹരിയിലും ഈ ബ്ലാക്ക് മാസിലും ഒക്കെ പെട്ടുപോവുകയല്ല, അതിലേക്ക് ചെന്ന് ചാടുകയാണ്. സിനിമയുടെ പേരും പറഞ്ഞ് ഇവിടെ ലഹരി കച്ചവടം നടത്തുന്നവർ, ലഹരി ഉപയോഗിച്ച് കൂത്താടുന്നവർ ധാരാളമുണ്ട്, ധാരാളം ചെറുപ്പക്കാർ. ഇതിന് നിയമപാലകർക്ക് അറുതി ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സന്നദ്ധ സേവകർ ഇറങ്ങണം. നമുക്കിറങ്ങാം. ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ പരസ്യ വിചാരണ ചെയ്യും. അതുകൊണ്ട് ചെറുപ്പക്കാർ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുക. പരസ്യമായി ചുംബനകേളികളും കാമകേളികളും നടത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ ആളായി എന്നാണ്. അല്ല, നിങ്ങൾ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പിണറായി വിജയൻ പറഞ്ഞതുപോലെ രഹസ്യമായി ചെയ്യേണ്ടത് രഹസ്യമായി ചെയ്യുക, പരസ്യമാകേണ്ടത് പരസ്യമാകുക. ഈ സമൂഹത്തെ ബഹുമാനിക്കാൻ പഠിക്കുക, മറ്റു മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അതാണ് യുവത്വം ഇന്ന് ആദ്യം പഠിക്കേണ്ടത്, മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത്. സ്കൂളിലും കോളേജിലുമൊക്കെ ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം സാമാന്യ മര്യാദ എന്തെന്നും എന്താണ് സാമൂഹിക നീതിയെന്നും പഠിപ്പിച്ചു കൊടുക്കണം. പാഠപുസ്തകങ്ങളിലെ അറിവ് മാത്രം കുത്തിവെച്ചുകൊണ്ട് ഒരു തലമുറയെ നശിപ്പിക്കാൻ നിങ്ങൾ അധ്യാപകർ ശ്രമിക്കരുത്. പുതിയ കാലഘട്ടത്തിൻ്റെ കൊച്ചിയെ പഴയ കാലഘട്ടത്തിൻ്റെ നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാം. കൊച്ചിയെ മാത്രമല്ല, കേരളത്തെയും. താങ്ക് യു.